അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏത് BJP-കാരൻ എന്ത് അവകാശം? കാരണം ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിന്റെ 7 അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത്. അതിനും പറയുന്നുണ്ട് RSSന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട. പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാൾ. സർക്കാർ ഇവർ ഇത് അതിദരിദ്രരാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് കേട്ട് ഇവിടെ പഞ്ചപുച്ചടക്കി നിൽക്കാൻ കുറെ മാധ്യമപ്രവർത്തകരുണ്ടാവും. ഞങ്ങളൊന്നും അത് പൂർണ്ണമായിട്ടും അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ പരിവപ്പെട്ടു മാറിയിരിക്കുന്നു എന്ന് ഒരു നിലപാടെടുക്കണം. എന്താണ് BJP-യുടെ നിലപാട്? അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്ന പ്രഖ്യാപനത്തെ, സർക്കാരിന്റെ പ്രഖ്യാപനത്തെ BJP എങ്ങനെ കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ അതിദാരിദ്ര്യ സമ്മേളനത്തിൽ കേരളം ഒരു അത്ഭുതമാണ്. അത് ശരിയാ, കേരളം ഒരു അത്ഭുതം. ചെമ്പിനെ സ്വർണ്ണമാക്കുന്ന ഒരു അത്ഭുതമാണ്. സ്വർണത്തെ ചെമ്പാക്കുന്ന അത്ഭുതമാണ്. 2024 5.92 ലക്ഷം കുടുംബങ്ങളെ ഒരൊറ്റ വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഗിന്നീസ് റെക്കോർഡ് കൊടുക്കണം. പിണറായി വിജയൻ എന്നെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ, 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞ കാർഡ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെടും. അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോ അതിദാരിദ്ര്യമൊക്കെ കൊടുക്കുന്ന മഞ്ഞക്കാർഡ് അരി ഇല്ലാതാവും. കേന്ദ്രം കൊടുക്കില്ല. കാരണം ആ അരി എടുത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും. ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവരൊക്കെ കരുതുന്നതാണ് യൂണിയൻ ഗവൺമെന്റിന്റെ കാശെന്ന് വെച്ചാൽ ഇന്ത്യയിലെ RSSന്റെ സർസംഘചാലകന്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശന്മാർ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ? ഇങ്ങനെ കാണിക്കുന്നതാണ് ദുഃഖം. അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏത് BJP-കാരൻ എന്ത് അവകാശം? RSSന്റെ നല്ല ദംഷ്ടം നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് മാത്രമല്ല മതനിരപേക്ഷവാദികളായിട്ടുള്ള മലയാളികൾക്ക്. അതുകൊണ്ട് ദംഷ്ടം നിറഞ്ഞ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങിയിട്ടില്ലാത്ത മലയാളിയോട് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ. അവനെ ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. CPM-ന്റെ ഇവിടുത്തെ പ്രതിനിധി 1.5 മാസം മുമ്പ് പറഞ്ഞത് PM ശ്രീ പദ്ധതി RSSന്റെ അങ്ങ് തറവാട്ടിലെ ഉത്തരത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി എന്നാ. ഇപ്പോൾ RSSന്റെ തറവാട്ടിലെ ഉത്തരത്തിന്റെ മുകളിൽ പോയി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, ഈ CPM പ്രതിനിധിയുടെ നേതാവ് അവിടെ ഒച്ചാനിച്ച് നിന്നിട്ടാണോ മേടിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഉത്തരത്തിൽ നിന്ന് എടുത്തിട്ട് വന്നു. എന്നിട്ട് ചോദിച്ചിട്ട് ഇപ്പോൾ അങ്ങ് RSSന്റെ തറവാട്ടി വെച്ചാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിച്ച ഈ പ്രതിനിധി, ആ പ്രതിനിധിയുടെ നേതാവ് പറഞ്ഞത് NEP ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താ കുഴപ്പം? അതല്ലാതെ ഒരു സംസ്ഥാനത്തെ ഇത്ര ആളുകൾ നികുതി കൊടുത്തു, അതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറയുന്നത് ഒന്നുകിൽ വിവരമില്ലായ്മ, ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കാരണം ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിന്റെ 7 അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത്. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ അവര് AKG സെന്ററിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് എന്നവർ ധരിക്കുന്നതാണ്. അല്ലെങ്കിൽ അമ്മായിയച്ഛനും മരുമോനും കൂടി സംഘടിപ്പിക്കുന്നതാണ് ഈ കേന്ദ്ര ഫണ്ട് എന്നൊക്കെ ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതാണ്. അതിനും പറയുന്നുണ്ട് RSSന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട. പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാൾ. $5338 കുടുംബങ്ങൾ, എവിടുത്തെ കടലോര പ്രദേശത്തെ 5338 കുടുംബങ്ങൾക്ക് 2450 കോടി രൂപയുടെ വികസന പ്രവർത്തനം ചെയ്തു എന്നാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അപ്പൊ 2450 കോടി 5358 കുടുംബങ്ങൾക്ക് കൊടുത്താൽ ഒരു കുടുംബത്തിന് 45 ലക്ഷം കിട്ടണം. എന്താണ് തീരദേശത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നത്തെ MP രാജേഷിന്റെ, ഞാൻ വിഷയത്തിലേക്ക് വരാം, ബാക്കി കാര്യമൊക്കെ പോട്ടെ, അതൊക്കെ ഈ വിവരമില്ലാത്ത ഏർപ്പാടിൽ പരിഹസിച്ചു പറയുന്നവരുടെ ആ ഗണത്തിൽ ഞാൻ അങ്ങ് തള്ളിക്കളയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ.
സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ആ സമയത്തൊന്നും മിണ്ടില്ലല്ലോ. ഒറ്റ കാര്യം, അല്ലല്ല, ഇതിനകത്ത് ഒരു ഒറ്റ സെക്കൻഡ് കാര്യം. പറഞ്ഞോട്ടെ, എന്നെ ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞു ആദ്യം നിർത്താം. പറഞ്ഞ ഒരു നേരത്തെ കുറെ കാര്യം അതോട് ചേർന്ന് എനിക്ക് ഇവിടെ CPM നേതാവിനോട് മറുപടി ചോദിക്കാണ്ട്. കാരണം താങ്കൾ ആദ്യം പറഞ്ഞു ഈ ഒരു ഗുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ആ AAY കാർഡിൽ ഇനി അതിദാരിദ്ര്യർ ഇല്ല എന്നും ഈ 64,000 അതിൽ പെടാത്ത ആളുകളാണ് ഏതാണ് ശരി 64,000 5,98,000 പെട്ടതാണോ അല്ലയോ? ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. താങ്കളാണ് പറഞ്ഞത്. അല്ലല്ല, താങ്കൾ CPM-ന്റെ വാദം അത് എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ജയിക്കിനോട് ഞാൻ ചോദിക്കാം. അത് ജയിക്കിനോട് ചോദിക്കാം. അത് തന്നെയാണ് നമുക്കും അറിയില്ലാത്തത്. അതാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് താങ്കൾ CPM-നെ സംരക്ഷിക്കണം. 5 ലക്ഷം ഇട്ട് വട്ട് കളിപ്പിക്കുന്നത് എല്ലാവർക്കും രസമാണ് ഇവിടെ. തട്ടിപ്പാണ് കേരളം നടക്കുന്നത്. 64,000 എന്ന് പറയുന്നത് 5,98,000 അകത്താണോ പുറത്താണോ എന്ന് പറയുന്നില്ല. 5,98,000 AAY താങ്കൾ പറഞ്ഞല്ലോ. AAY-യുടെ സ്കീമിന്റെ അർത്ഥം എന്താണ്? AAY സ്കീം ആർക്കാ കൊടുക്കണേ? ദാരിദ്ര്യത്തിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് നോക്കൂ. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അല്ല എടുത്തിരിക്കുന്നത് എന്നാണ് ഇവരുടെ മാനദണ്ഡം പിണറായി വിജയന്റെ മാനദണ്ഡമാണ്. അല്ല, അത് നിങ്ങൾ ചോദിക്കണം. മറുപടി പറയും. സർക്കാർ പിന്നെ പിണറായി വിജയനും മോനും മോളും സെക്രട്ടേറിയറ്റ് AKG സെന്റർ വ്യക്തിപരമായ കാര്യം പറയല്ല. എന്ത് വ്യക്തിപരം? ഇവർ ഇത് അതിദരിദ്രാണെന്ന് പ്രഖ്യാപിച്ചാൽ അത് കേട്ട് ഇവിടെ പഞ്ചപുച്ച അടക്കി നിൽക്കാൻ കുറെ മാധ്യമ പ്രവർത്തനം ഉണ്ടാവും. ഞങ്ങളൊന്നും കിട്ടില്ല. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇത് ആവശ്യമില്ലാത്ത ആരോപണമാണ്. ആവശ്യമില്ലാത്ത ആരോപണമാണ്. മാനദണ്ഡ പ്രകാരമാണ് ഇത് നിശ്ചയിച്ചത്. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?